Hi guys. Hi guys. Welcome back to my YouTube channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോന്റെ വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ നമ്മൾ നാട്ടിൽ പോവാണെന്ന് വെച്ചാൽ ഗുരുവായൂർക്കാണ്. കാരണം നവംബർ 16 തീയതി രാവിലെ മധുവേട്ടൻ്റെ മോളുടെ കല്യാണമാണ്. മധുവേട്ടൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിൻ ബ്രദറിൻ്റെ മോളാണ് അഞ്ജന. അപ്പോൾ അഞ്ജനയുടെ കല്യാണമാണ് 16th. സോ ഇവിടുന്ന് പോണത് ട്രെയിനിലാണ്. നാളെ രാവിലെ പുലർച്ചെ ഒരു 6-7 മണിക്കാണ് ട്രെയിന്. സോ നേരത്തെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ എൻ്റെ കൂടെ അച്ഛനും അമ്മയും ആദിയും ഉണ്ട്. നമ്മൾ ഇവിടുന്ന് നേരെ പാലക്കാട് പോയി പാലക്കാട് നിന്ന് സുധിയേട്ടൻ നമ്മളെ പിക്ക് ചെയ്യുന്നതായിരിക്കും. ഞാൻ പോയ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ട്രെയിന് വർഷയുടെ കല്യാണത്തിന് പോയപ്പോൾ കാറ് ഞാൻ പാലക്കാട് വീട്ടിലായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. സോ അതുകൊണ്ടാണ് നാളെ രാവിലെ ട്രെയിനിൽ പോണത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ പോണ വഴിക്ക് പറയാം ഗൈസ്. അപ്പം അങ്ങനെ ഞങ്ങൾ പാലക്കാട് ജംഗ്ഷന് വന്ന് ഇറങ്ങി. അവിടുന്ന് ചുക്ക് നമ്മളെ വന്ന് പിക്ക് ചെയ്തു പാലക്കാട് ജംഗ്ഷനിൽ. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഗുരുവായൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി റൂം പോയി ഫ്രഷായി തൊഴാൻ പോണം അമ്പലത്തിൽ. അപ്പം ഞങ്ങൾ അങ്ങനെ ഇവിടെ ഒരു ഹൈവേയിൽ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. നല്ല വെയിൽ ഗൈസ്. ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് ടയർഡായി. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മളെ പിക്ക് ചെയ്യാൻ സുധിയേട്ടൻ വന്നിരുന്നു, റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരുന്നു. അപ്പോൾ അവിടുന്ന് പിക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ കയറാം. സാമ്പാർ താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മൾ കഴിക്കാൻ പോണത്. നാടൻ ഫുഡാണ്, കേരള ഡിഷസാണ്, എല്ലാം നല്ല നാടൻ വിഭവങ്ങളാണ്. അവിയലുമുണ്ട്. മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ മുളകാണ്. ആദിക്ക് പൊറോട്ട മതിയെന്ന് പറഞ്ഞ് ആദി പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചുക്കു പഴംപൊരിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിച്ചു. ഇവിടെ തൃശ്ശൂർ ഹൈവേയിലുള്ളൊരു ഹോട്ടലാണ്, വെജിറ്റേറിയൻ ഹോട്ടലാണ്. നമ്മൾ ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ കാരണം വെജായതാണ്. നല്ല ടേസ്റ്റാണ് ഫുഡൊക്കെ. ഒരു മിനി സദ്യ എന്നായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളിവിടുന്ന് നേരെ ഗുരുവായൂരിലേക്ക് പോകണം ഗൈസ്. ഗൈസ് ഇതാണപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യാൻ വന്ന ഹോട്ടല്. ഹോട്ടലിൻ്റെ പേര് തുളസീദളം എന്നാണ്. ഇവിടെ ഗുരുവായൂർ വെസ്റ്റ് നടയിലുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ആദ്യം പറഞ്ഞിട്ട് സംസാരിച്ച് വന്നിട്ട് പിന്നെ ബാഗ് എടുക്കും. അപ്പോൾ ഇതാണ് ഹോട്ടൽ. ഗൈസ് അപ്പം നമ്മളങ്ങനെ റൂമെത്തിയപ്പോൾ നല്ല ടയർഡായിരുന്നു. കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇന്നത്തെ ഔട്ട്ഫിറ്റ് സെറ്റുമുണ്ടാണ്. സോ ഇപ്പോൾ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അമ്പലത്തിൽ പോയി തൊഴുത് അവിടെ ഇപ്പോൾ ശീവേലിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ആനയൊക്കെ കാണാൻ ആദിക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. സോ ആനയൊക്കെ കണ്ട് ചെറുതായൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ നൈറ്റ് ഡിന്നറൊക്കെ കഴിച്ചിട്ട്
തിരിച്ച് റൂമിൽ വരുന്നതായിരിക്കും. അമ്പലത്തിൻ്റെ അകത്ത് ഫോൺ അലൗഡല്ല, അതുകൊണ്ട് ഞാൻ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഗൈസ്. നാളെ ആനക്കോട്ട പോകാമെന്നൊരു പ്ലാനുണ്ട്. കാരണം അവിടെ ഒരുപാട് ആനകളെ കാണാൻ പറ്റും. സിൻസ് ഐ ലവ് എലിഫൻറ്റ്സ്, സോ അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടാണ് തോന്നുന്നു അമ്പലത്തിൻ്റെ അകത്ത് നല്ലൊരു തിരക്കുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. മേ ബി ഇപ്പോൾ ശിവലി തുടങ്ങുന്ന സമയം ആയതുകൊണ്ടായിരുന്നു തോന്നുന്നു ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. നല്ല ക്യൂ, ഒരുപാട് വലിയൊരു ക്യൂ ആണ്. കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. സോ ഹോട്ടലിൽ ഭയങ്കര തിരക്ക്. അപ്പോൾ ഇവിടെ ഒരാൾ മസാല ദോശ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അവർ ചപ്പാത്തി വന്നിരുന്നു. ഞാനും ആദ്യം വെജ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ചുക്കോടെ മസാല ദോശയാണ് കഴിക്കുന്നത്. ഹോട്ടലിൽ നല്ല തിരക്കുണ്ട്. ആദ്യക്ക് ഇവിടെ നല്ല വിശപ്പ് തുടങ്ങി. അപ്പോൾ നമുക്ക് കഴിക്കാം. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ റെഡിയായി കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം. ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്, പട്ടുസാരിയാണ്. നല്ല തിരക്കുണ്ട്. സോ അമ്പലത്തിലേക്ക് പോട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തുള്ളൊരു ചായക്കടയിൽ വന്നിരിക്കുകയാണ്. എല്ലാവരും ചായയും പരിപ്പാടിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല ടേസ്റ്റുള്ള പരിപ്പാട. താങ്ക് യു. ആദിക്കും എനിക്കും ബൂസ്റ്റാണ് ഓർഡർ ചെയ്തത്. ഗൈസ്, അപ്പോൾ അമ്പലത്തിൽ നിന്ന് നമ്മൾ നേരെ ഇവിടെ മണ്ഡപത്തിൽ വന്നിരിക്കുകയാണ് റിസപ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഗുരുവായൂരിലെ ലൈലാക്ക് ഹോട്ടലാണ്, കാണാണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ നേരെ അകത്തേക്ക് പോകട്ടെ. വെൽക്കം ചെയ്തിട്ടുണ്ട്.
ഗൈസ്, അപ്പം നമ്മൾ ഇന്നൊരു സ്ഥലം വരെ വന്നിരിക്കുകയാണ്. ഏതാ സ്ഥലം എന്ന് അറിയണ്ടേ? ആനക്കോട്ടയാണ്. ഇവിടെ ഗുരുവായൂരിൽ അടുത്താണ്, ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്താണ്. സോ ഇവിടെ ഒരുപാട് ആനകളെ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. കുഞ്ഞു ഒരാൾ കുളിക്കുകയാണ് ഗൈസ്. ബാലു എന്നാണ് പേര്. അടുത്ത് പോയി കുളിപ്പിക്കുന്നു. ബാലു ബാലുമാ ബാലു വെള്ളം കുടിക്കുകയാണ് ഗൈസ്. ബാലു വേറൊരു ബാലു ഉണ്ട് ഗൈസ്. Hello. Hi. Dancing elephant ആണ് തോന്നുന്നു guys. ഡാൻസ് ചെയ്തുകൊണ്ട് കഴിക്കുകയാണ്. ഇതാണ് ആ സ്ഥലം ഗൈസ്. ആനക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലം. ഒരുപാട് ആനകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് ആനകളെ കണ്ടു. ഭക്ഷണം കഴിക്കുന്നതും കുളിക്കണതും ഡാൻസ് ചെയ്യണതും നടന്നു പോകണമൊക്കെ ഒരുപാട് ഷോർട്സ് എനിക്ക് എടുക്കാൻ പറ്റി. ഓൾറെഡി ഇവിടെ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്നാലും ആ ഭംഗിയുള്ള ആ പഴയ സ്ഥലം അവരങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വെരി നൈസ് പ്ലേസ്.
ഗൈസ്, അപ്പം ഞങ്ങളങ്ങനെ ഇവിടെ ഒരു ഹൈവേയിൽ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ കൂടെ പ്രദീപേട്ടനും നളിനിയമ്മയും മുരളി ചാച്ചിയും ഫാമിലിയും എല്ലാവരും ഉണ്ട്. ഇവിടെ ഒരാൾ ചായ കൊണ്ടുവരുന്നുണ്ട്. ഹൈവേയിൽ നല്ലൊരു സ്പോട്ടാണ്. അപ്പം അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരത്തി വെച്ചാൽ നവംബർ 16-ാം തീയതി ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. സോഡ കുടിച്ചാൽ നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങണം. ബാംഗ്ലൂർ എത്തുമ്പോൾ എന്തായാലും 1:30-2 മണിയാവും തോന്നുന്നു. നാളെ സ്കൂളുണ്ട്. അപ്പം നല്ല ഫുഡായിരുന്നു ഗൈസ്. ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ ഫാമിലിയായിട്ട് ഒരുമിച്ചിരുന്ന് പുറത്ത് വന്ന് കഴിച്ചിട്ട് കുറേ കാലമായി. സോ ഇനി നമ്മൾ റിട്ടേൺ ബാംഗ്ലൂരേക്ക് പോകണം. ഗായ്സ്, അപ്പം ഞങ്ങൾ അങ്ങനെ തിരിച്ച് ബാംഗ്ലൂർ എത്തിയപ്പോൾ ഒരുപാട് വൈകി. രാത്രി 2-2:30 മണിയായിരുന്നു. ഞാൻ ഫാമിലിയുടെ കൂടെയാണ് വന്നത്. പിന്നെയും ഇന്ന് എനിക്ക് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഞാനിപ്പോൾ സ്കൂളിലാണ്. ഇപ്പോൾ വീട്ടിൽ പോകേണ്ട സമയമായി. അപ്പോൾ കല്യാണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി കല്യാണമായിരുന്നു ഗൈസ്. സീരിയസ്ലി സ്റ്റേയും നന്നായിരുന്നു, ഫുഡും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചതായതുകൊണ്ട് അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കാനും പറ്റി. സോ പിന്നെ ഒരു എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ജന, ആസ് യു ഓൾ നോ, ഷീ വാസ് ലുക്കിംഗ് വെരി പ്രിറ്റി. അപ്പോൾ അഞ്ജനയ്ക്കും നക്കുലിനും കൺഗ്രാജുലേഷൻസ്. ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക. മധുവേട്ടനും പ്രഭ ചേച്ചിക്കും കൺഗ്രാജുലേഷൻസ്, കല്യാണം അടിപൊളിയായി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ സീ യു ഗൈസ്.